പ്രാർത്ഥിക്കുന്ന നിമിഷം അത്ഭുതകരമായ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ ഇന്ന് വീഡിയോ എടുക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു ടൈം, ഈ ഒരു സമയം നിങ്ങൾ നോക്കി വെച്ചു. അവസ്ഥകൾ മാറാൻ വേണ്ടി പോവുകയാണ്, തടസ്സങ്ങൾ മാറാൻ വേണ്ടി പോവുകയാണ്, അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. നിനക്കെതിരെ എഴുതിയ വിധിയെഴുത്തുകൾ മാറാൻ വേണ്ടി പോവുകയാണ്. ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞു വെച്ചാലും അതെല്ലാം നീങ്ങി മാറി മറിഞ്ഞ് നിനക്കൊരു ഉത്ഥാനം ഇതാ സംഭവിക്കുന്നു. ആർക്കും തടുത്ത് നിർത്തുവാൻ കഴിയാത്തവണ്ണം ദൈവാനുഗ്രഹത്തിനൊരു ഉത്ഥാനം, ഒരു നന്മയുടെ ഉത്ഥാനം, ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിന്റെ ജീവിതത്തിലേക്ക് യേശുനാമത്തിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഈ ഗ്രോട്ടോയിൽ 100 വർഷം പഴക്കമുള്ള ഈ ഗ്രോട്ടോയിൽ ലൂർദിലെ പോലെ തന്നെ അഭിഷേകം നിറഞ്ഞു നിന്ന, ക്രിസ്തു ശക്തി വെളിപ്പെട്ട മരിയൻ ഗ്രോട്ടോയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, പ്രവചിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിനക്കൊരു ഉയർപ്പുണ്ടാകും, ഒരു ഉത്ഥാനം സംഭവിക്കും. നിനക്കെതിരെ വിധി എഴുതിയ വാക്കുകൾ അത് നീങ്ങി മാറും. അതല്ല, ലോകം പറയുന്നതല്ല നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യേശു നിന്നെ നോക്കി പറയുന്നു, മകനെ, മകളെ, നീ ദൈവത്തിൻ്റെ പൈതലാണ്, ഒരു മകനാണ്, മകളാണ്. നിനക്കൊരു ഉയർച്ചയുണ്ട്, നിനക്കൊരു നന്മയുണ്ട്. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. യെശയ്യാ 54:17. നീ ദൈവത്തിൻ്റെ മകനാ, മകളാ, തെരഞ്ഞെടുക്കപ്പെട്ടവനാ കേട്ടോ. നീ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടതാ, നിന്നെ തെരഞ്ഞെടുത്തതാ, വിളിച്ചതാ, വേർതിരിച്ചതാ. നീ നിന്നെ വില കുറച്ച് കാണരുത് കേട്ടോ. 1 പത്രോസ് 2:9. നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാ, ദൈവത്തിന്റെ വാത്സല്യ ഭാജനമാ, രാജകീയ പുരോഹിത ഗണമാ. സ്വന്തം രക്തം കൊണ്ട് ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങി തെരഞ്ഞെടുത്തതാണ്. രക്തം തളിച്ച് നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ, നിന്നെ എന്നെ. അതുകൊണ്ട് ആ ദൈവം ഇറങ്ങി വരും നിനക്ക് വേണ്ടി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയ്ക്ക് വേണ്ടി ആ തീക്കുണ്ടത്തിലേക്ക് ഇറങ്ങി വന്നവൻ, ദാനിയേലിന് വേണ്ടി ആ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്നവൻ, തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി അനേക സമയങ്ങളിൽ തൻ്റെ മഹത്വത്തെ അയച്ചവൻ, ചെങ്കടലിനെ പിളർത്തി ദൈവജനത്തിന് വേണ്ടി വരണ്ട നിലം ഒരുക്കിയവൻ, അത്ഭുത വഴി തുറക്കുന്നവനാണ് ദൈവം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശ രാജകോപം ഭയപ്പെടാതെ അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ സഹിച്ചു നിന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ തോളിൽ വന്ന്, നിങ്ങളുടെ അടുത്ത് വന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഞാനുണ്ട്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ധൈര്യമായിരിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. പിശാചൊരുക്കിയ സകല കണികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു ഉത്ഥാനം യേശുനാമത്തിൽ പ്രവചിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരസ്പരം. ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഗ്രോട്ടോയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷം, കർത്താവെ, ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് സ്ക്രീനിലേക്ക് ഒന്ന് കരം നീട്ടുകയും വലിയ അഭിഷേകം നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നു, വലിയ അഭിഷേകം വെളിപ്പെടുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു, കെട്ടുകൾ അഴിഞ്ഞു മാറുന്നു, തടസ്സങ്ങൾ നീങ്ങി മാറുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, മിറക്കിളുകൾ സംഭവിക്കട്ടെ. കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ എഴുതിയിട്ടോ. ദൈവസാന്നിധ്യം ഇപ്പോൾ തന്നെ വ്യാപരിക്കുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ചില വ്യക്തികൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. മിറക്കിളുകളുടെ ഒരു കൂമ്പാരം തന്നെ, നിരവധി മിറക്കിളുകൾ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ സംഭവിക്കുകയാണ്. ഡോക്യുമെന്റഡ് ആയിട്ടുള്ള മിറക്കിളുകൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. യു ആർ ഗോണ ഫ്ലൈ അപ്പ് ഇൻ എ ഹയർ പ്ലേസ്, ഹയർ റലം. ഇന്ന് വരെ സ്റ്റെപ്പ് എടുത്ത് വെക്കാത്ത തലത്തിൽ ഒരു പുതിയ ഡൈമെൻഷനിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഉയരുവാൻ വേണ്ടി പോവുകയാണ്. അത് സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു.